അപ്പൂപ്പൻ പറഞ്ഞ വെള്ളച്ചാട്ടം. അയ്യോ, കണ്ടത് തന്നെ പേടിയാവുന്നു. പുള്ളി ഇതുവരെ പറഞ്ഞത് ശരിയാണല്ലോടി. ഇനി വവ്വാരി വെള്ളാടി എങ്ങാനും വരുമോ? നമ്മൾ ഉപദ്രവിക്കോ? എന്തായാലും ഇവിടം വരെ വന്നില്ലേ, ഒന്ന് പോയി തന്നെ നോക്കാം. നല്ല തെന്നലുണ്ട്. നേരെ അടി തെറ്റിയ വെള്ളത്തിൽ നമുക്ക് മൂന്നിന് നീന്താൻ അറിയില്ല. ഞാൻ മുമ്പിൽ പോവാം. സൂക്ഷിക്കണേ. ആ പയ്യ ചേച്ചി, എന്ത് രസാ. വാ പിടിച്ചോ. പാറു, എന്നെ പിടിച്ച്. അങ്ങനെ എത്തിപ്പെട്ട്. ഇവിടെ ഇന്ന് വെള്ളച്ചാട്ടത്തിന് സൗണ്ട് പോലും ഇല്ല. നേരാണല്ലോ, ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടെന്ന് പോലും തോന്നില്ല. പക്ഷെ അത് എന്തടുത്താലേ? ഓ അത്ഭുതം, അല്ലാണ്ടെന്താ. അപ്പൂപ്പൻ പറഞ്ഞ എല്ലാം ശരിയായിരുന്നു. പക്ഷേ വെള്ളാടി വവ്വാരി മാത്രമേ ഇല്ല. അങ്ങനെ പറയില്ലേടി, വല്ല ഊണ് കഴിക്കാൻ പോയാണെങ്കിലോ. ഇരുന്ന് ചിരിച്ചോ. ഊണ് കഴിച്ചിട്ടേ അവര് വന്നിട്ട് നമ്മളെ സ്നാക്ക് അടിക്കും. അതിന് പേരം നമുക്ക് ഇവിടെ നിന്ന് മുങ്ങുന്നതാ. വാസു, ചേട്ടാ ഒരു തമാശ പറയാൻ പറ്റൂലേ? നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റി. അയ്യോ, ദേ നോക്കിക്കേ, കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. അയ്യോ ചേച്ചി. രക്ഷിക്കണേ. അയ്യോ, ഞങ്ങളിതാ വരുന്നേ. ചേച്ചി മാറിക്കോ. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നേരെ രണ്ടും എന്റെ മേത്ത് തിന്നിട്ട് മാറും. ഇതെന്താ അതോ ലോകമാണോ? ഒരു വല്ലാത്ത ലോകം തന്നെ. അതൊക്കെ പോട്ടെ, നമുക്ക് വഴി ആകപ്പാടെ തെറ്റി. ഇനി എങ്ങോട്ട് പോകും നമ്മൾ? നേരെ വന്ന വഴിക്ക് ഇനി പോകാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. വഴി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കൊള്ളക്കാരെയും കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം വഴി കണ്ടുപിടിക്കാൻ. നേരെ വന്ന കാര്യം മറക്കരുതല്ലോ. ദിക്കുശാസ്ത്ര പ്രകാരം ആ വഴിയെ പോവാം. ബാ. പാവ വീണപ്പം തലക്കടി കിട്ടുമെന്ന് തോന്നുന്നേ. ഒരു ശാസ്ത്രക്കാരി. പെരുവഴി ആകാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്താ അല്ലേ ചേച്ചി പറഞ്ഞ പോലെ ഈ വഴിക്ക് പോകാന്ന്. നടക്കങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. നിങ്ങൾ പറഞ്ഞ വഴി വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞ വഴി പോകാം. വാസു, തലക്കടി കിട്ടിയെന്നാ തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ നോർമലാവൂടി. അപ്പൊ വേറെ വഴിക്ക് പോകേണ്ടി വരും. വാ. ഞാൻ അപ്പഴേ വിചാരിച്ചു വഴി തെറ്റിന്ന്. ആ വഴി പോയി പെരുവഴിയായി. തിരിച്ചു വാ. ഈ ചേച്ചി കാരണം എന്തോരം നടക്കണം. എടി, ഒരു അബദ്ധം പറ്റിയതാ. വാ, ഇനി ഈ ഡയറക്ഷനിൽ പോവാ. എന്തോരം ഡയമണ്ടും ക്യാഷൊക്കെയോ. ഇതിനെങ്ങനെ കൊള്ളടിച്ച ക്യാഷ് കണ്ടുപിടിച്ചു? അയ്യോ, എന്തോരാണേ. അല്ല ചേച്ചി, എനിക്കൊരു സംശയം. നമുക്ക് ഇതിനൊരു 1000 രൂപ എടുത്തിട്ട് തിരിച്ചു പോയാൽ പോരെ? ഓ നോ, എന്താ പറയുന്നേ? നമ്മളപ്പോ കളയന്മാരും തമ്മിൽ എന്താ വ്യത്യാസം? അതെ, വാസു പറയുന്നത് നേരാ. കട്ട മുതൽ നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ വാസു. നമ്മളിപ്പോ ഒന്നും ചെയ്യുന്നില്ല. ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്ന് പോയി പോലീസിനെ വിളിച്ചിട്ട് വരും. എന്നിട്ടോ പോലീസിനോട് നമ്മൾ പറയും നമ്മൾ കൊള്ളക്കാരെ കണ്ടുപിടിച്ച് കൊള്ളക്കാരെ ഇരിക്കുന്ന സ്ഥലം അറിയാമെന്ന്. അതേടാ? അത് തന്നെ. അങ്ങനെ നമുക്ക് 25,000 കിട്ടും. നമ്മൾ ടൂർ പോകും. ഒരുമിച്ച് ഓടിയാൽ ശരിയാവില്ല. നിങ്ങൾ രണ്ടും അങ്ങോട്ട് പൊക്കോ. അയ്യോ, ആരോ വരുന്നു. വാ വാസു, ഒരുമിച്ച് പോകാം. ഇല്ല, നിങ്ങൾ രക്ഷപ്പെടെ. വാസു, ഇങ്ങോട്ട് വാ. അവിടെ നിന്നോ. ചേച്ചി, നിക്ക്. അയാളെ നമ്മളെ കണ്ടിട്ടില്ല. എടി, വാസുവിനെ രക്ഷിക്കണേ. നിന്നെ ഞാൻ ശരിയാക്കൂടാ. അയ്യോ ചേട്ടാ, അറിയാൻ ഈ വഴി വന്നു പോയതാ. രക്ഷിക്കണേ, ഒന്നും ചെയ്യല്ലേ. അറിയാണ്ടോ, നിന്നെ ഞാൻ നേരത്തെ നോട്ട് ചെയ്തതാ. പഠനയാത്ര വന്ന് വഴി തെറ്റിപ്പോയാ ചേട്ടാ. ഇപ്പടിയോ? എടാ ഉട്ടായ്പ് വേറെയൊന്നും നടക്കൂല. നിന്റെ കൂടെ ആരൊക്കെയുണ്ട്? സത്യം പറ. സത്യമായിട്ട് ഞാൻ ഒറ്റക്കളി ചേട്ടാ. എന്റെ അത് ചെയ്യില്ലേ. നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക്. പുള്ളി അടുത്ത് വരുമ്പോ നമ്മൾ തലയിലിടും. വാസുവിനെ അയാളൊന്നും ചെയ്യാണ്ടിരുന്നാ മതിയായിരുന്നു. സത്യം പറയാ, നിന്റെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ഞങ്ങളാ ഉള്ളത്.
അത് അയ്യോ എന്റെ തല. ചാത്തി 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 ചാത്തി. അയ്യാടി ഓടിക്കടി ഓടിക്കാം. ചേച്ചി ഞാൻ മടുത്ത്. എനിക്ക് ഇനി ഒരടി നടക്കാൻ വയ്യ. വഴിയിട്ട് മനസ്സിലാവുന്നുമില്ല. വിഷമിക്കണ്ടടി, നമുക്ക് എന്തേലും വഴി കാണും. ഇവിടെ നിന്ന് ഒരടി ഞാൻ നടക്കൂല. എനിക്ക് വയ്യ വയ്യ വയ്യ. എടാ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് കിടന്ന് പോലീസിനെ വിളിച്ചിട്ട് വരാം. അല്ലാണ്ട് വേറൊരു വഴി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. മിണ്ടരുത് നീ പറഞ്ഞിട്ടാ ഇത്രയൊക്കെ ഒപ്പിച്ചത്. അത് ശരി, 25,000 രൂപ എന്ന് കേട്ടപ്പോ ചാടി പോന്നിട്ട് പറയണ കേട്ടില്ലേ? ഇനി നിങ്ങൾ തുടങ്ങിക്കോ. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ നോക്കാം. അതിന് ഈ മരം കയറി മടിച്ച് മറിയാമ സമ്മതിക്കണ്ടേ? നീ മിണ്ടരുത്, എന്റെ കാല് പൊട്ടി നാശായി. അത് ശരി, എന്തിനാ മണ്ടേന്ന് താഴെ വീണ് നടുവുളിക്കിരിക്കണം ഞാൻ? ഓ പിന്നെ തുടങ്ങിക്കോ. ഞാൻ പോകട്ടെ നിങ്ങളിട്ടിട്ട്. അയ്യോ ചേച്ചി ചതിക്കല്ലേ, ഇവന്റെ കൂടെ എനിക്കിട്ട് പോയല്ലേ? ഇവന്റെ കൂടെ വന്നാ എനിക്കാ വരും. രണ്ടൊന്നും നിർത്തുന്നുണ്ടോ? കുറെ നേരം ആദ്യം ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു പോകാന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ രണ്ടിനും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അത് പിന്നെ മാളിച്ചേച്ചി എനിക്കൊരു ഐഡിയ ഉണ്ട്. അടുത്ത മണ്ടത്തരം കൊണ്ട് വരുന്നുണ്ട്. എന്താ നിന്റെ ഐഡിയ കേക്കട്ടെ? നമ്മൾ വരുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടം കണ്ടില്ലേ? നല്ല സൂപ്പർ വെള്ളച്ചാട്ടം. എടി 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 ടൂർ വന്നാലല്ലോ. കാര്യം കേക്ക്, ഇവൾ വന്ന വഴി അല്ലേലും മറക്കും, എനിക്കറിയാം. ആ വെള്ളച്ചാട്ടം എടി, ആ വെള്ളച്ചാട്ടം ഉള്ള വഴിയാണല്ലോ നമ്മൾ വന്നത്. അതെ, അപ്പൊ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് നോക്കി പോയാ നമുക്ക് വന്ന വഴിയിലെത്താലോ. ചേച്ചി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ, ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. ആവോ, അങ്ങനെ മനുഷ്യപ്പറ്റുള്ള കുറച്ച് വഴിയുണ്ട്. ഹായ്, ഇത് കണ്ടപ്പോഴേ സമാധാനായി. ഉടനെ പുറത്ത് കിടക്കാൻ പറ്റും. ആറു വെള്ളത്തിൽ കളിക്കാതെ നോക്കിപ്പോ. ഇത്തിരി വെള്ളക്കളി കൂടുതലാ ചേച്ചി. എടി വൃത്തികെട്ടവളെ, അതിലെന്തേലൊക്കെ വൃത്തികേട് കാണും. അയ്യടാ നല്ല തെളിഞ്ഞ വെള്ളം. തെളിഞ്ഞാലൊക്കെ സമ്മതിച്ച് വലിയ പരിന്തൊക്കെ ശൂശു വെക്കുന്നതായിരിക്കും. ചേച്ചി ഇവൻ പറയുന്ന കേട്ടാ, എനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് കുറെ നേരെ തുടങ്ങിയിട്ട്. എടി അവൻ പറയുന്ന നേരാ, നീ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലേ? എന്ത് എന്ത് ഈ കാണാവുന്ന പരിന്ത് മൊത്തം ഇതിലാണ് ശൂശു വെക്കണേ. ഇത്തിരി പറ്റിയെന്ന് വെച്ച് എനിക്കിത് കുഴപ്പമില്ലട്ടാ. അയ്യോ ചൊറിയുന്നു. ഇതാടി അറിയാത്ത പിള്ള ചൊറിയും പറയുന്നത്. ചേച്ചി കാലി കടിക്കടി, ചേച്ചി കാലി കടിക്കടി. മോങ്ങണ്ട, ഇപ്പൊ നീ കാരണം ഞങ്ങൾക്ക് ആ വെള്ളത്തിൽ ചവിട്ടാണ്ട് പോവാലോ. കാലി കടിക്കുമെന്ന് മനസ്സിലായല്ലോ. സാരില്ലടി, അപ്പുറം ഒരു കുളമുണ്ട്, നല്ല കൊള്ള, വെള്ളച്ചാട്ടത്തിന്റെ കൊള. അവിടെ പോയി നമുക്ക് കാലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വീട്ടിൽ പോവാം. സമ്മതിക്കണം ഇതിനൊക്കെ ആയിട്ട് വന്ന എന്നെ. റെഡി 1 2 3. അങ്ങനെ വെള്ളച്ചാട്ടം എത്തി. അപ്പൊ വഴി എന്തായാലും ശരിയാ, തെറ്റിയിട്ടില്ല. ചേച്ചി എന്റെ കാല് കടിക്കുന്നു. ദേടി അവിടെ പയ്യെ ഇറങ്ങി കാല് കഴിക്കോട്ടോ. സൂക്ഷിക്കണം, ആയുണ്ട്. ശരി.